ജെറമ്യ 9-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ശിരസ് ഒരു കണ്ണീർ തടാകവും എൻ്റെ കണ്ണുകൾ അശ്രുതാരയുമായിരുന്നെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ പുത്രയുടെ നിഹതന്മാരെ ഓർത്ത് ഞാൻ രാപ്പകൽ കരയുമായിരുന്നു. മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജനത്തെ വിട്ട് അകന്നു പോകുമായിരുന്നു. വഞ്ചകരായ ഒരു കൂട്ടം വ്യഭിചാരികളാണവർ. വില്ലുപോലെയാണ് അവരുടെ നാവ് വളയുന്നത്. സത്യമല്ല, കാപട്യമാണ് ദേശത്ത് ശക്തിപ്പെടുന്നത്. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവർ നീങ്ങുന്നു. അവർ ഇനി അറിയുന്നില്ല. കർത്താവ് അവരോട് ചെയ്യുന്നു, ഓരോരുത്തരും അയൽക്കാരനെതിരെ കരുതലോടെ ഇരിക്കട്ടെ. ഒരു സഹോദരനിലും വിശ്വാസം അർപ്പിക്കുകയും വേണ്ട. സഹോദരന്മാരൊക്കെ ചതിയന്മാരാണ്, അയൽക്കാരെല്ലാവരും ഏഷണിക്കാരും. അവർ അയൽക്കാരനെ വഞ്ചിക്കുന്നു, ഒരുവനും സത്യം പറയുന്നില്ല. കള്ളം പറയാനാണ് അവരുടെ നാവിന് ശീലം. അതിക്രമത്തിൽ മുഴുകിയ അവർ അനുദപിക്കുന്നുമില്ല. മർദ്ദനത്തിനുമേൽ മർദ്ദനവും വഞ്ചനയ്ക്കുമേൽ വഞ്ചനയും കുന്നുകൂടുന്നു. അവർ എന്നെ അറിയാൻ വിസമ്മതിക്കുന്നു. കർത്താവാണെന്ന് പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരെ ചൂളയിൽ ഉരുക്കി ശുദ്ധീകരിക്കും. എൻ്റെ ജനത്തോട് ഞാൻ മറ്റെന്താണ് ചെയ്യുക? അവരുടെ നാവ് മാരകമായ അസ്ത്രമാണ്, അത് വഞ്ചന പൊഴിക്കുന്നു. അയൽക്കാരനോട് സൗഹൃദമായി സംസാരിക്കുമ്പോഴും അവർ തങ്ങളുടെ ഹൃദയത്തിൽ കെണിയൊരുക്കുകയാണ്. കർത്താവ് ചോദിക്കുന്നു, ഈ കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കേണ്ടതില്ലേ? ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യരുതെന്നോ? കുന്നുകളെക്കുറിച്ച് വിലപിക്കുവിൻ, മരുഭൂമിയിലെ മേച്ചിൽപ്പുറങ്ങളെക്കുറിച്ച് വിലാപഗാനം ആലപിക്കുവിൻ. അവ ശൂന്യമായിരിക്കുന്നു, ആരും അതിലെ കടന്നു പോകുന്നില്ല. കന്നുകാലികളുടെ കരച്ചിൽ കേൾക്കാനില്ല. പക്ഷികളും മൃഗങ്ങളും അവിടെ വിട്ടുപോയിരിക്കുന്നു. ഞാൻ ജെറുസലേമിനെ ഒരു നാശകൂമ്പാരവും കുറുക്കൻ്റെ സങ്കേതവുമാക്കും. യൂദയായിലെ നഗരങ്ങളെ വിജനഭൂമിയാക്കും. ഇത് ഗ്രഹിക്കാൻ ആർക്ക് ജ്ഞാനമുണ്ട്? ഇത് വിളംബരം ചെയ്യാൻ ആരോടാണ് കർത്താവ് കൽപ്പിച്ചത്? ആരും വഴി നടക്കാനാവാത്ത വിധം ദേശത്ത് നശിപ്പിച്ച് മരുഭൂമി പോലെ പാഴാക്കിയത് എന്തിനാണ്? കർത്താവ് അവരോട് ചെയ്യുന്നു, എൻ്റെ നിയമം അവർ അവഗണിച്ചു. എൻ്റെ വാക്ക് അവർ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവരും തന്നിഷ്ടത്തിൽ മുറുകെ പിടിച്ച് ബാൽദേവന്റെ പിറകെ നടന്നു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അവരോട് ചെയ്യുന്നു, ഈ ജനത്തെ ഞാൻ കാഞ്ഞിരം തീറ്റുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്യും. അവരോ അവരുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതകളുടെ ഇടയിലേക്ക് ഞാൻ അവരെ ചിതറിക്കും. അവർ നിശേഷം നശിക്കുന്നതുവരെ വാൾ അവരെ പിന്തുടരും. സൈന്യങ്ങളുടെ കർത്താവ് അവരോട് ചെയ്യുന്നു, വിലാപകാരികളെ വരുത്തുവിൻ, അതിൽ സമർത്ഥരായ സ്ത്രീകളെ ആളെ അയച്ചു വരുത്തുവിൻ. അവർ തിടുക്കത്തിലെത്തി നമുക്ക് വേണ്ടി വിലപിക്കട്ടെ. അങ്ങനെ നമ്മുടെ കണ്ണുകൾ നിറയട്ടെ, കൺപോളകൾ കവിഞ്ഞൊഴുകട്ടെ. ഇതാ സിയോനിൽ നിന്നൊരു വിലാപസ്വരം, നാം നശിച്ചു, നാം അത്യന്തം ലജ്ജിതരായിരിക്കുന്നു. അവർ നമ്മുടെ വീടുകൾ നശിപ്പിച്ചു, നാട് നമ്മൾ ഉപേക്ഷിച്ചു. സ്ത്രീകളെ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ, അവിടുന്ന് പറയുന്നത് ശ്രദ്ധിക്കുവിൻ. നിങ്ങളുടെ പുത്രിമാരെ വിലാപഗാനം പഠിപ്പിക്കുവിൻ. ഓരോരുത്തരും അയൽക്കാരിയെ ചരമഗീതം അഭ്യസിപ്പിക്കട്ടെ. മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്നു. നമ്മുടെ കൊട്ടാരങ്ങളിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞു. തെരുവുകളിൽ കുട്ടികളും പൊതുസ്ഥലങ്ങളിൽ യുവാക്കളും മരിച്ചു വീഴുന്നു. പറയുക, കർത്താവ് അവരോട് ചെയ്യുന്നു, മനുഷ്യരുടെ മൃതദേഹങ്ങൾ മൈതാനത്തിൽ വീഴുന്ന ചാണകം പോലെയും കൊയ്ത്തുകാരൻ്റെ കയ്യിൽ നിന്ന് പൊഴിക്കുന്ന കതിർമണി പോലെയും നിബദിക്കും. ആരും അവ ശേഖരിക്കുകയില്ല. കർത്താവ് അവരോട് ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭവിക്കാതിരിക്കട്ടെ. പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അവരോട് ചെയ്യുന്നു. പരിചിതരെങ്കിലും അപരിചിതരായ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കുന്ന ദിവസം ഇതാ വരുന്നു. കർത്താവ് അവരോട് ചെയ്യുന്നു, ഈജിപ്ത്, യൂദ, ഏദോം, അമ്മോന്യർ, മൊവാബ്യർ, ചെന്നി വെടിച്ച മരുഭൂമിവാസികൾ, ഇവരെല്ലാവരും അപരിചിതരാണ്. ഇസ്രായേൽ ഭവനം മുഴുവൻ ഹൃദയത്തിൽ അപരിചിതരാണ്. ജെറമ്യ 10-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ഭവനമേ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത്. ആകാശത്തിലെ നിമിത്തങ്ങൾ കണ്ട് സംഭ്രമിക്കരുത്.
ജനതകളാണ് അവയിൽ സംഭ്രമിക്കുന്നത്. ജനതകളുടെ വിഗ്രഹങ്ങൾ വ്യർത്ഥമാണ്. വനത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന മരത്തിൽ ശില്പി തൻ്റെ ഉളി പ്രയോഗിക്കുന്നു. അവർ അത് വെള്ളിയും സ്വർണവും കൊണ്ട് പൊതിയുന്നു. വീണ് തകരാതിരിക്കാൻ ആണിയടിച്ചുറപ്പിക്കുന്നു. അവരുടെ വിഗ്രഹങ്ങൾ വെള്ളരിത്തോട്ടത്തിലെ കോലം പോലെയാണ്. അവയ്ക്ക് സംസാരശേഷിയില്ല. അവയ്ക്ക് തനിയെ നടക്കാനാവില്ല. ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കണം. നിങ്ങൾ അവയെ ഭയപ്പെടേണ്ട. അവയ്ക്ക് തിന്മയോ നന്മയോ പ്രവർത്തിക്കാൻ ശക്തിയില്ല. കർത്താവെ, അങ്ങയെപ്പോലെ മറ്റാരുമില്ല. അങ്ങ് വലിയവനാണ്. അങ്ങയുടെ നാമം മഹത്വപൂർണമാണ്. ജനതകളുടെ രാജാവെ, അങ്ങയെ ഭയപ്പെടാതെ ആരുള്ളൂ? അങ്ങ് അതിന് അർഹനാണ്. ജനതകളിലെ സകല ജ്ഞാനികളുടെ ഇടയിലും അവരുടെ സകല രാജ്യങ്ങളിലും അങ്ങയെപ്പോലെ മറ്റാരുമില്ല. അവർ മൂഢന്മാരും വിഡ്ഢികളുമാണ്. അവർ പ്രഘോഷിക്കുന്ന വിഗ്രഹങ്ങൾ മരക്കഷ്ണങ്ങളാണ്. വെള്ളിത്തകിടുകൾ താർശീഷിൽ നിന്നും സ്വർണം ഊഫാസിൽ നിന്നും കൊണ്ടുവരുന്നു. ശില്പിയും സ്വർണ്ണപ്പണിക്കാരനും അവ പണിതൊരുക്കുന്നു. നീലയും ധൂമ്രവുമായ അങ്കി അവയെ അണിയിക്കുന്നു. ഇവയെല്ലാം വിദഗ്ധന്റെ ശില്പങ്ങൾ മാത്രമാണ്. എന്നാൽ കർത്താവാണ് സത്യദൈവം. ജീവിക്കുന്ന ദൈവവും നിത്യനായ രാജാവും അവിടുന്ന് മാത്രം. അവിടുത്തെ ഉഗ്രകോപത്തിൽ ഭൂമി നടുങ്ങുന്നു. അവിടുത്തെ കോപം താങ്ങാൻ ജനതകൾക്കാവില്ല. നീ അവരോട് പറയുക, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാക്കളല്ലാതെ ദേവന്മാർ ഭൂമിയിൽ നിന്ന് ആകാശത്തിന് കീഴിൽ നിന്ന് തിരോഭവിക്കും. തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചതും ജ്ഞാനത്താൽ ലോകത്തെ സ്ഥാപിച്ചതും അറിവാൽ ആകാശത്തെ വിരിച്ചതും അവിടുന്നാണ്. അവിടുന്ന് ശബ്ദിക്കുമ്പോൾ ആകാശത്തിൽ ജലം ഗർജിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുന്ന് മൂടൽ മഞ്ഞുയർത്തുന്നു. മഴ പെയ്യിക്കാൻ മിന്നൽ പിണരുകൾ നിർമ്മിക്കുന്നു. അറപ്പുര തുറന്ന് കാറ്റിനെ അയക്കുന്നു. എല്ലാ മനുഷ്യരും അറിവില്ലാത്ത ഭോഷന്മാരാണ്. സ്വർണ്ണപ്പണിക്കാരൻ താൻ നിർമ്മിച്ച വിഗ്രഹങ്ങൾ നിമിത്തം ലജ്ജിതനാകുന്നു. അവൻ്റെ പ്രതിമകൾ വ്യാജമാണ്. ജീവശ്വാസം അവയിലില്ല. അവ വിലകെട്ടതും അർത്ഥശൂന്യവുമത്രേ. ശിക്ഷാദിനത്തിൽ അവ നശിക്കും. എന്നാൽ യാക്കോബിന്റെ അവകാശമായവൻ ഇങ്ങനെയല്ല. സർവവും രൂപപ്പെടുത്തിയത് അവിടുന്നാണ്. ഇസ്രായേൽ വംശം അവിടുത്തെ അവകാശമാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഉപരോധിക്കപ്പെട്ട നഗരമേ, ഭണ്ഡം കെട്ടി ഓടിപ്പോകുകയും കർത്താവ് അവരോട് ചെയ്യുന്നു. ഞാൻ ദേശവാസികളെയെല്ലാം ദൂരെ എറിയാൻ പോകുന്നു. അവരുടെ മേൽ ഞാൻ ദുരിതം വരുത്തും. അവർ അത് അനുഭവിക്കും. ഹാ കഷ്ടം, എനിക്ക് മുറിവേറ്റിരിക്കുന്നു, ദാരുണമായ മുറിവ്. ഞാനത് സഹിച്ചേ മതിയാവൂ. എൻ്റെ കൂടാരം തകർന്നു പോയി. ചരടുകളെല്ലാം പൊട്ടി. എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി. ആരും അവശേഷിച്ചിട്ടില്ല. എൻ്റെ കൂടാരം വീണ്ടും പണിയാനും തിരശ്ശീല വിരിക്കാനും ആരുമില്ല. ഇടയന്മാരെല്ലാവരും ഭോഷന്മാരാണ്. അവർ കർത്താവിനെ അന്വേഷിക്കുന്നില്ല. അതിനാൽ അവർക്ക് ഐശ്വര്യമില്ല. അവരുടെ ആചരണം ചിതറിപ്പോയിരിക്കുന്നു. ഇതാ ഒരു ആരവം, അതടുത്തു വരുന്നു. വടക്ക് നിന്ന് വലിയ ഇരമ്പൽ. യൂദാ പട്ടണങ്ങളെ അത് വിജനമാക്കി കുറുക്കൻ്റെ താവളമാക്കും. കർത്താവെ, മനുഷ്യൻ്റെ മാർഗങ്ങൾ അവൻ്റെ നിയന്ത്രണത്തിലല്ലെന്നും നടക്കുന്നവന് തൻ്റെ ചുവടുകൾ സ്വാധീനമല്ലെന്നും എനിക്കറിയാം. കർത്താവെ, നീതിപൂർവം എന്നെ തിരുത്തണമേ. എന്നാൽ കോപത്തോടെ അരുതേ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോകും. അങ്ങേ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദങ്ങളുടെ മേലും അവിടുത്തെ കോപം ചൊരിയും. അവർ യാക്കോബിനെ വിഴുങ്ങിയിരിക്കുന്നു. അവനെ നിശേഷം നശിപ്പിച്ചിരിക്കുന്നു. അവൻ്റെ ഭവനം നിർജ്ജനമാക്കി.